സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. കണ്ണൂർ ജില്ലയിലെ പദയാത്ര നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പദയാത്ര. രാവിലെ 8 മണിക്ക് പറശ്ശിനി മടപ്പുര മുത്തപ്പൻ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ജില്ലയിലെ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, എന്തൊക്കെയാണ് സംസ്ഥാന പദയാത്രയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഔദ്യോഗികമായി കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ നിന്ന് പദയാത്ര ആരംഭിക്കുന്നത്. നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി നിലവിൽ ഈ പദയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഉദ്ഘാടനം നടത്തും. ഇപ്പോൾ കണ്ണൂർ മുത്തപ്പൻ ക്ഷേത്രത്തിൽ കെ സുരേന്ദ്രൻ ദർശനം നടത്തി മടങ്ങിയെത്തുകയാണ് അദ്ദേഹത്തിനോട് നമുക്ക് 2ാം ദിനത്തിലേക്ക് പദയാത്ര കടക്കുന്നു. അദ്ദേഹവും നമ്മോടൊപ്പം ചേരുന്നു. 2ാം ദിനത്തിലേക്ക് പദയാത്ര നടക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ വലിയ ഒരു സ്വീകരണമാണ് ബി.ജെ.പിയുടെ പദയാത്രയ്ക്ക് ലഭിച്ചത്. കണ്ണൂരും അത്തരത്തിൽ സമാനമായൊരു സാഹചര്യമാണോ? തീർച്ചയായിട്ടും കണ്ണൂരിൽ വളരെ വൈകാരികമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം ബന്ധങ്ങളുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. നിരവധി ബലിദാനികൾ സ്വന്തം ആശയത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരോടും മതതീവ്രവാദികളോടും അതിനിടയിൽ ശക്തമായിട്ടുള്ള പിടിച്ചു നിന്ന് ജീവൻ നഷ്ടപ്പെട്ട നിരവധി കുടുംബാംഗങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഒട്ടേറെ പാർട്ടി നേതാക്കളും സഹപ്രവർത്തകരും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകരും സ്വജീവൻ കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാണ് കണ്ണൂരിലെ ബി.ജെ.പി. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വൈകാരികമായ ഒരു സ്ഥലമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഈ പദയാത്രയിൽ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ട മണ്ഡലങ്ങളിലൂടെയാണ് ഇന്നും അടുത്ത 31-ാം തീയതിയൊക്കെ ആയിട്ട് ഞങ്ങൾ കടന്നു പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു വലിയ പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തമുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളൊരു CPM പ്രവർത്തകർ കൊല ചെയ്ത ഒരു പ്രവർത്തകൻ്റെ വീടുകളിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് ജയിലിൽ നമ്മുടെ കള്ളക്കേസെടുത്ത് ജയിലിലടച്ച നിരവധി പ്രവർത്തകന്മാരെ അവിടെ ഇന്ന് കാണുന്നുണ്ട്. കേരളത്തിൽ LDFിൻ്റെ ഭരണം അവസാനിപ്പിച്ച്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെയും ഒരു നിഷേധാത്മകമായ നിലപാടിൻ്റെയും ഒരു വൈദേശിക പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഒക്കെ അവസാനം കേരളത്തെ ജനം കാത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇനി അവസാനത്തെ ഒരു തുരുത്ത് മാത്രമാണ് കേരളം. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കണ്ണൂർ. അവിടെ ആശയപരമായ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കേരള പദയാത്ര ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവനാശം, അവരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതി, സ്വജനപക്ഷപാതം, അക്രമ രാഷ്ട്രീയം, ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയൊരു പോരാട്ടം ദശകങ്ങളായിട്ട് കേരളത്തിൽ തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് കേരളത്തിൽ നിന്നുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അധികാരഭ്രഷ്ടമാക്കി അവിടെയെല്ലാം ദേശീയതയുടെ ഗംഗാപ്രവാഹം എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി എല്ലാ പ്രവർത്തകർക്കുണ്ട്. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടം നടന്നിട്ടുള്ള സ്ഥലമാണ്. ജനങ്ങളുടെ വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തും. പ്രത്യേകിച്ച് ഗവർണർക്കെതിരെയുള്ള അധിക്ഷേപം ശക്തമായി തന്നെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ CPMന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ബി.ജെ.പി. എങ്ങനെയാണ് ഇതിനെ നോക്കുക? ഗവർണറെ രാഷ്ട്രീയമായി അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ ഗവർണറെ ആക്രമിക്കാൻ അണികളെ ഇതുപോലെ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിയും ആദരണീയനായിട്ടുള്ള ഗവർണറെ ആക്രമിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് പരാജയപ്പെട്ടതുകൊണ്ട് കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുകയാണ്. വീണ്ടും അത്തരത്തിലുള്ള പ്രകോപനങ്ങളുമായിട്ടാണ് SFIയും DYFIയും CPM വരുന്നത്. വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാവുക, ഒരു സംശയം വേണ്ട. ഗവർണറെ വെച്ചുള്ള കളി, ഈ ഒരു തീക്കളി അവസാനിപ്പിക്കുന്നതാണ് ശ്രീ പിണറായി വിജയനും CPMനും നല്ലത്. വിനാശകാല വിപരീത ബുദ്ധി എന്ന് മാത്രമേ എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളൂ. ഗവർണറുടെ റൂട്ടൊക്കെ ചോരുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് SFI DYFI നേതാക്കൾ, പോലീസ് തന്നെയാണല്ലോ. പോലീസ് പിണറായി വിജയൻ ഡയറക്റ്റ് ചെയ്ത് വിട്ടതാണ്. ഗവർണറെ ആക്രമിക്കുക, അതുവഴി പിന്നെ ശ്രദ്ധ തിരിച്ചു വിടുക, അതുവഴി അവരുടെ നിലപാട് അത് അവരുടെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ ഇവിടുത്തെ പോലീസുകാരല്ല. പോലീസിന് കൃത്യമായ നിർദ്ദേശമുണ്ട്. SFIക്കാർ വരുമ്പോൾ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുക, ഗവർണർ പോകുന്ന വഴികളെല്ലാം ചോർത്തി കൊടുക്കുക. ഒരു വെൽ പ്ലാൻഡ് മൂവാണ് സർക്കാർ നടത്തുന്നത്. ഇത് വലിയ ഇന്ന് രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഒരു രക്തസാക്ഷിയാവാനുള്ള ശ്രമമാണോ പിണറായി വിജയൻ കാണിക്കുന്നതെന്നാണ്. കാരണം ഈ തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാക്കി രാജ്ഭവനെ ആക്രമിച്ച് സർക്കാർ പിരിച്ചുവിടട്ടെ എന്നാണോ
പിണറായി വിജയൻ ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നാണം കെട്ടിരിക്കുകയാണ് ഈ സർക്കാർ. നിലവിൽ CPM, DYFI, SFI നേതാക്കളൊക്കെ പറയുന്നത് ഇത്തരത്തിലാണ്. ഗവർണറാണ് ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത്, തങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം മാത്രമാണ് കാഴ്ച. SFI, DYFIക്കാരെന്ന് ഇത്രയും വിവരം കെട്ട വർഗം വേറെ ഇല്ല. സുപ്രീം കോടതി വളരെ വ്യക്തമായി സർവകലാശാലകളുടെ നിയന്ത്രണം സംസ്ഥാന ഗവൺമെൻറ്റിനല്ല, അവിടുത്തെ സ്വയംഭരണം നിലനിർത്താനുള്ള അവകാശം ഗവർണർക്കാണ് എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ചാൻസലർ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് സർവകലാശാലകളുടെ ഭരണം, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ നടത്താനുള്ള അധികാരം ഗവർണർക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്തിരിക്കുകയാണ്. അതിനെതിരെ ശബ്ദിക്കാതെ ആളുകൾ അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും പഴയ വല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ SFIക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വിഡ്ഢികൾ ലോകത്ത് വേറെ എവിടെയില്ല. സുപ്രീം കോടതി വിധിയുടെ കരുത്തോടുകൂടിയാണ് ഗവർണർ സർവകലാശാലകളിലെ നിയമനങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ അധികാരമുണ്ട്. അത് ഭരണഘടനാപരമായിട്ടുള്ള അധികാരമാണ്. നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത്. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്നത്. അതിന് വലിയ തിരിച്ചടി അവർ നേരിടേണ്ടി വരും. തീർച്ചയായിട്ടും വീണ്ടും യാത്രയിലേക്ക് വരുവാണെങ്കിൽ ഈ യാത്ര പുതിയൊരു മാറ്റമായിരിക്കുമോ സംസ്ഥാനത്ത് സൃഷ്ടിക്കുക? തീർച്ചയായിട്ടും കണ്ണൂരിലടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അങ്ങനെയാണ്. ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. 2024-ൽ 14-ലും 19-ലും സംഭവിച്ച കൈത്തെറ്റ് മലയാളികൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അവർ പറയുന്നു ഇനി വികസനം ഉണ്ടാവണമെങ്കിൽ, തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ, കേരളം രക്ഷപ്പെടണമെങ്കിൽ, സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ എല്ലാം മോദിയുടെ കൈത്താങ് കേരളത്തിന് ആവശ്യമുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവും. കാസർഗോഡ് കാണാൻ സാധിച്ചത് പൊതുപ്രവർത്തകർക്കുപരി, BJP പ്രവർത്തകർക്കുപരി പൊതുസമൂഹവും കൂടി ഈ യാത്രയാണ്. കണ്ണൂരിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പൊതുസമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയിലുള്ള വിശ്വാസ്യത കാരണം അദ്ദേഹത്തിലുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് വരുന്നതാണ്. മോദി അത്രമാത്രം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്. തീർച്ചയായിട്ടും വലിയ ഒരു ആവേശത്തിൽ തന്നെയാണ്. പുതിയ ചരിത്രം സംസ്ഥാനത്ത് സൃഷ്ടിക്കും ഈ ഒരു യാത്രയിലൂടെ എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും NDA ചെയർമാനുമായ സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇനി മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള പ്രഭാത ഭക്ഷണമാണ് ഇന്ന് യാത്രയിൽ അടുത്ത ഘട്ടമായി നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ അംഗങ്ങളായവരുടെ കൂടെ ഉള്ള ഒരു സ്നേഹസംഗമവും BJP സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുണ്ട്. അതിനുശേഷം 10:00-ക്ക് BJP കണ്ണൂർ ജില്ലാ ഓഫീസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണും. തുടർന്ന് അദ്ദേഹം 2 മണിയോടുകൂടി തന്നെ കണ്ണൂർ കളക്ടറേറ്റ് മൈതാനത്തിൽ പദയാത്രയ്ക്കായിട്ടുള്ള പൊതുസമ്മേളനം ആരംഭിക്കും. ആ പൊതുസമ്മേളനത്തിന് ശേഷമാണ് സുരേഷ് ഗോപി എത്തുക. അതിനുശേഷം ഈ പദയാത്ര നടനും അതോടൊപ്പം തന്നെ BJP നേതാവുമായ സുരേഷ് ഗോപി പദയാത്ര ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമായിരിക്കും കണ്ണൂരിൻ്റെ നഗരവീഥികളെ ഇളക്കി മറിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള പദയാത്രകൾ നടക്കുക. എന്തായാലും വലിയ ഒരുക്കങ്ങൾ BJP കണ്ണൂർ ജില്ലയിൽ നടത്തുന്നു. നേരത്തെ K. സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറെ വൈകാരികമായ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലുപരി സംഘടനയെ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന പ്രവർത്തകരുള്ള നാടാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായി തന്നെയാണ് ഈ പദയാത്രയെ കാണാൻ സാധിക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാക്കൾ എത്തുന്നു. ഒപ്പം തന്നെ മറ്റ് പല കേസുകളിലും കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിൽ കഴിയുന്ന പ്രവർത്തകരെയും BJP സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കാണുന്നു. അങ്ങനെ നിരവധി പരിപാടികളാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ പദയാത്ര ഭാഗമായി BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. നടനും BJP നേതാവുമായ സുരേഷ് ഗോപി പദയാത്ര ഉദ്ഘാടനം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.